ഇത് പറയുന്ന കാര്യം ഒരു മനുഷ്യനുണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ മനുഷ്യ കുഞ്ഞുങ്ങളായിരിക്കും, പട്ടിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ പട്ടി കുഞ്ഞുങ്ങളായിരിക്കും, കൊച്ചിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഒരിക്കലും മാറ്റം വരുന്നില്ല. അതായത് ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകുന്നത് മനുഷ്യൻ തന്നെ ആയിരിക്കും. ഇതാണ് ഇൻഹെറിറ്റൻസിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് വരുന്നത് ഇതിലാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പറഞ്ഞ വേരിയേഷൻ പറയണം. ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ ഇരിക്കുകയല്ല ആണല്ലോ. ഇതാണ് വേരിയേഷൻ. നമ്മുടെ വേരിയേഷൻ വരുന്നത് ഇതാണ് നമ്മൾ വേരിയേഷനെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ചാപ്റ്റർ പഠിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പോകുന്നത് എന്താണ് ജീൻ. ചാപ്റ്ററിന്റെ കുറച്ച് ഇൻട്രഡക്ഷൻ പറയുകയാണ്. ചാപ്റ്ററിന് ഉള്ളിലുള്ള കാര്യങ്ങളല്ല, ചാപ്റ്റർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ അറിഞ്ഞിരിക്കണം. ചിലർക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും മെജോറിറ്റി ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ പറയാം എന്താണ് ജീൻ, DNA, ക്രോമസോം കണക്ഷൻ എന്ന് പറയുകയാണ്. ജീൻ, DNA ആൻഡ് ക്രോമസോം ഇതൊക്കെ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പറയുകയാണ്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്കറിയാം ക്രോമസോം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ക്രോമസോം എന്നാൽ DNA യൂക്കാരിയോട്സിന്റെ കേസിൽ DNA ഇങ്ങനെ ചുറ്റിക്കെട്ടി DNA ആണ്. DNA ഇങ്ങനെ ചുറ്റിക്കെട്ടി പാക്ക് ചെയ്തിരിക്കുകയാണ്. വിത്ത് ഹെൽപ്പ് ഓഫ് ഹിസ്റ്റോൺ പ്രോട്ടീൻ ആൻഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീന്റെ ഹെൽപ്പോടുകൂടി ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമസോം. ഓക്കെ ആണല്ലോ. ഒരു ക്രോമസോമിൽ ഒരു ക്രോമാറ്റിൻ ഉണ്ടാവും, ഒരു ക്രോമാറ്റിൻ ഉണ്ടാവും, ഒരു സെൻട്രോമിയർ ഉണ്ടാവും. ചുരുങ്ങിയിരിക്കുന്ന പോർഷൻ വരുന്നതാണ് സെൻട്രോമിയർ, ഈ പോർഷൻ വരുന്നതാണ് ക്രോമാറ്റിൻ. ഒരു പേര് ക്രോമാറ്റിനാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ക്രോമസോമിനെ റെപ്രസെന്റ് ചെയ്യാം, രണ്ട് ക്രോമാറ്റായിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഇത് ഒരു ക്രോമസോമാണ്, ഇത് ഒരു ക്രോമസോമാണ്. ഓക്കെ ആണല്ലോ. കാര്യം നമ്മൾ ക്രോമസോമിന്റെ നമ്പർ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സെൻട്രോമിയറിന്റെ നമ്പർ. ഇവിടെ സെൻട്രോമിയർ ഒന്നാണ്, ഇവിടെ സെൻട്രോമിയർ ഒന്നാണ്. ഇവിടെ രണ്ട് കേസിൽ ക്രോമസോം നമ്പർ ഒന്ന് തന്നെയാണ്. അപ്പോ ഒരു സെല്ലിൽ ഏത് ഫോമിൽ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു സെല്ലിൽ ക്രോമസോം കാണുന്നത്, ഇങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൽ ഡിവിഷൻ കഴിഞ്ഞ് വരികയാണെങ്കിൽ അതിന്റെ ക്രോമസോം എങ്ങനെയിരിക്കും? ഓക്കെ ആണല്ലോ. എന്നാൽ ബിഫോർ സെൽ ഡിവിഷൻ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഒരു സെല്ലിന്റെ ക്രോമസോം നമ്പർ വരിക. എന്നാൽ ഇത് ആഫ്റ്റർ സെൽ ഡിവിഷൻ ആയിരിക്കും. ഒരു സെല്ല് ആഫ്റ്റർ സെൽ ഡിവിഷൻ എങ്ങനെയായിരിക്കും ഒരു സെല്ലിന്റെ ക്രോമസോം ഇരിക്കുക? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഉള്ളിലാണ് DNA ഇരിക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ ഉള്ളിലായിട്ടാണ് DNA ഇരിക്കുന്നത്. DNA പാക്ക് ചെയ്തിരിക്കുന്ന ഫോമാണ് ക്രോമസോം എന്ന് പറയുമ്പോൾ DNA ഇരിക്കുന്നത് DNA is present inside chromosome. ഓക്കെ ആണല്ലോ. DNA ക്രോമസോമിനുള്ളിലാണ് ഇരിക്കുന്നത്. അതിനെ ചുറ്റിക്കെട്ടി പാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആൻഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ. നമ്മൾ ഇതിനെ അഴിച്ചെടുക്കുകയാണ്. DNA അഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ DNA ഫൈനലി നമുക്കറിയാം DNA ഡബിൾ സ്ട്രാൻഡ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലോ. ഡബിൾ സ്ട്രാൻഡ് DNA ആണ്. ഈ DNA ഫംഗ്ഷൻ എന്നാൽ DNA ചില റീജിയനിൽ നിന്നൊക്കെ RNA ഒഴിയും, RNA പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ചില റീജിയനിൽ നിന്ന് സപ്പോസ് DNA ഈ ഒരു റീജിയനിൽ നിന്നും RNA പ്രൊഡ്യൂസ് ചെയ്തിരിക്കട്ടെ. RNA ഏത് RNA ആവാം? മെയിൻ ആയിട്ടുള്ള RNA, mRNA, tRNA and rRNA. അതാണ് മെയിൻ ആയിട്ടുള്ള മൂന്ന് ടൈപ്പ് ഓഫ് RNA. ഒരു DNA ഒരു പോർഷനിൽ നിന്ന് RNA പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പോർഷനാണ് നമ്മൾ വിളിക്കുന്നത് ജീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ RNA പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻ ഓഫ് DNA is called as gene. RNA producing region of DNA is called as gene. അപ്പൊ ജീൻ ഇവിടെ ജീൻ ഉണ്ടാവും, ഇവിടെ ആയിരിക്കും വേറൊരു ജീൻ ഇരിക്കുക, ഇവിടെ ആയിരിക്കും വേറൊരു ജീൻ ഇരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ജീൻസ് ആർ ഫങ്ഷണൽ റീജിയൻസ് ഓഫ് DNA. ജീൻസ് ആർ ഫങ്ഷണൽ റീജിയൻസ് ഓഫ് ആക്റ്റീവ് റീജിയൻസ് ഓഫ് DNA. എന്താണ് DNAയുടെ ഫംഗ്ഷൻ? RNA പ്രൊഡ്യൂസ് ചെയ്യുക. എല്ലാ പോർഷനും RNA പ്രൊഡ്യൂസ് ചെയ്യില്ല, ചില പോർഷനും മാത്രമേ RNA പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ആ RNA പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയനാണ് വിളിക്കുന്ന പേരാണ് ജീൻ എന്ന് വിളിക്കുക. ഓക്കെ. ഒരു DNA അതിനെ പാക്ക് ചെയ്തിരിക്കുന്ന ഫോമാണ് ക്രോമസോം എന്ന് പറയുന്നത്. ആ DNAയുടെ ഫങ്ഷണൽ റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് ജീൻ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. ഹ്യൂമൻസിനെ പോലെയൊക്കെയുള്ള ഹയർ ഓർഗാനിസം, ഹ്യൂമൻസിനെ പോലെ നമുക്ക് ചുറ്റുമുള്ള പ്ലാന്റ്സിനെ പോലെ, ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ പോലെയൊക്കെയുള്ള ഹയർ ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു മെയിൽ പാരന്റ് ഉണ്ടാവും, ഫീമെയിൽ പാരന്റ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഈ മെയിൽ പാരന്റ് എന്ന് പറയുന്നത് അത് ഡിപ്ലോയിഡ് ആയിരിക്കും. ഫീമെയിൽ പാരന്റ് ഡിപ്ലോയിഡ് ആയിരിക്കും. എന്താ പറയുന്നത്? ഡിപ്ലോയിഡ്. ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ അത് 2 sets of chromosome അല്ലെങ്കിൽ 2 sets of genes അല്ലെങ്കിൽ 2 set of genome ഉണ്ടാവും. 2 sets of genes അല്ലെങ്കിൽ 2 sets of chromosome ഉണ്ടാവും. ഓക്കെ ആണല്ലോ. 2 sets of DNA അല്ലെങ്കിൽ 2 sets of genes അല്ലെങ്കിൽ 2 sets of chromosome അതായത് പേരാണ് ഡിപ്ലോയിഡ്. അതിന്റെ അച്ഛനിൽ നിന്നാണ് ജന്മം കിട്ടിയിരിക്കുന്നത്, അമ്മയിൽ നിന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഒന്നും ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഇവിടെ ഒന്നും ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും.
ഈ ഗ്യാമീറ്റ്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഒരു സെറ്റ് ക്രോമസോം മാത്രമേ ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. ഗ്യാമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. ഗ്യാമീറ്റ്സിൽ ഒരു സെറ്റ് ക്രോമസോം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇത് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു N1 ഉണ്ടാകുമ്പോൾ അതിന്റെയും ക്രോമസോം നമ്പർ 2n ആയിരിക്കും. ഇവിടെ നിന്ന് 2 ഗ്യാമീറ്റ് ഓരോന്നും n ആണ്. ഇവിടെ നിന്ന് ഒരു ഹാപ്ലോയിഡ്, ഇവിടെ നിന്ന് ഒരു ഹാപ്ലോയിഡ്. അവിടെ രണ്ടെണ്ണം ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡിപ്ലോയിഡ് ആവും. ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഓസ്പ്രിങ് ഉണ്ടാകുന്നത്, കുഞ്ഞുണ്ടാകുന്നത് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ വഴി. അപ്പൊ ഓർഗാനിസം ഡിപ്ലോയിഡ് ആയിരിക്കും. അതുണ്ടാകുന്ന ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആയിരിക്കും. ഇതിന്റെ ഫീമെയിൽ പാരന്റ് ഡിപ്ലോയിഡ് ആയിരിക്കും, അതിന്റെ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്, ഇവിടെ ഒരു ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്, രണ്ട് ഗ്യാമീറ്റ് n+n ആണ്. again 2y അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആയിട്ട് ഉണ്ടാകും. അപ്പൊ ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റ് ഓഫ് ജീൻസ് ഉണ്ട് ഈ ഒരു ഓർഗാനിസത്തിന്. ഇതിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് ജീനും ഉണ്ട്, ഇതിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് ജീനും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എല്ലാ ജീൻസിനും 2 കോപ്പി ഉണ്ടാകും. അപ്പൊ ജീൻസിന് 2 കോപ്പി ഉണ്ട്. ഓരോ ജീൻസിനും, അതായത് ഡിപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ ജീൻസിന് 2 കോപ്പീസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഈ കോപ്പീസ്, ജീനിന്റെ കോപ്പീസിനെ വിളിക്കുന്ന പേരാണ് അലീൽ. കോപ്പീസ് ഓഫ് ജീനെ വിളിക്കുന്ന പേരാണ് അലീൽ. അപ്പൊ നമുക്ക് പറയാം 1 ജീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 അലീൽസ്. 2 അലീൽസ് ചേർന്നതാണ് ഒരു ജീൻ എന്ന് പറയുന്നത്. 2 അലീൽസ് ചേർന്നതാണ് ഒരു ജീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് അലീലിനെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒരു എഫക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അലീലിനെ സപ്പോസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമന്റെ സ്കിൻ കളർ ശരിക്കും ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കളർ ഉണ്ടാക്കാൻ കഴിയുന്ന അലീലുണ്ട്, ചിലർക്ക് ബ്ലാക്ക് കളർ ഇല്ല. അപ്പൊ ചില അലീലിന് ബ്ലാക്ക് കളർ ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ ആണല്ലോ. ഒരു അലീൽ എടുത്തു കഴിഞ്ഞാൽ ചില അലീലിന് ഒരു എഫക്ട് ഉണ്ടാക്കാൻ കഴിയും, ചില അലീലിന് ഒരു എഫക്ട് ഉണ്ടാക്കാൻ കഴിയില്ല. എക്സാമ്പിൾ ആണ് ഹ്യൂമന്റെ സ്കിൻ കളർ. ഹ്യൂമന്റെ സ്കിൻ കളർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കളർ വൈറ്റ് അല്ല, ബ്ലാക്ക് ആണ് സ്കിൻ കളർ എന്ന് പറയുന്നത്. ബ്ലാക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അലീൽ ഉണ്ടാവും, ചില അലീലൊക്കെ ഉണ്ടാവും ബ്ലാക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അങ്ങനത്തെ അലീൽ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പൊ അലീൽ രണ്ടു നമുക്ക് പറയാം. എഫക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അലീലും എഫക്ട് ഉണ്ടാക്കാൻ കഴിയാത്ത അലീലും. എഫക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അലീലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോമിനന്റ് അലീൽ. ഡോമിനന്റ് അലീൽ എന്ന് പറയുമ്പോൾ അവർക്കൊരു they can produce an effect. ഒരു എഫക്ട് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ ആണല്ലോ. എന്നാൽ അതിന് എഫക്ട് ഉണ്ടാക്കാൻ കഴിയാത്ത, എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമന്റെ കേസിൽ സ്കിൻ കളർ ബ്ലാക്ക് കളർ ഉണ്ടാക്കാൻ കഴിയാത്ത, എഫക്ട് ഉണ്ടാക്കാൻ കഴിയാത്ത അലീലിനെ നമ്മൾ വിളിക്കും റിസസീവ് അലീൽ എന്ന് വിളിക്കും. റിസസീവ് അലീലിന്റെ സ്പെഷ്യാലിറ്റി ഇറ്റ് cannot produce an effect. ഓക്കെ ആണല്ലോ. ഒരു എഫക്ട് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ഈ ഡോമിനന്റ് അലീലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എ, അങ്ങനെ ക്യാപിറ്റൽ ലെറ്ററായിരിക്കും നമ്മളെ റെപ്രസെന്റ് ചെയ്യുക. ഡോമിനന്റ് അലീലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. എക്സാമ്പിൾ ആണ് എ വെച്ച് റെപ്രസെന്റ് ചെയ്യാം, ബി വേറൊരു ജീനിന്റെ ആണെങ്കിൽ ഇപ്പോൾ എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. എന്നാൽ റിസസീവ് അലീലിനെ ആണെങ്കിൽ നമ്മൾ നോർമലി സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. For example, a gene dominant allele ആണെങ്കിൽ a gene ന്റെ dominant allele capital A വെച്ചും a gene ന്റെ recessive allele നമ്മൾ small a വെച്ചും റെപ്രസെന്റ് ചെയ്യും. ഓക്കേ ആണല്ലോ. ഒരു ജീൻ എന്ന് പറയുമ്പോൾ 2 allele വരും. ആ allele എഫക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന allele dominant allele എന്ന് വിളിക്കും, നമ്മൾ അതിനെ capital വെച്ച് റെപ്രസെന്റ് ചെയ്യും. എന്നാൽ അതേ ജീനിന്റെ allele എഫക്ട് ഉണ്ടാക്കാൻ കഴിയാത്ത allele സ്കിൻ കളറിന്റെ സപ്പോസ് സ്കിൻ കളറിന്റെ നമ്മൾ ജീനിനെ നമ്മൾ s എന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എഫക്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് നമ്മൾ ക്യാപിറ്റൽ വെച്ച് റെപ്രസെന്റ് ചെയ്യും, എഫക്ട് ഉണ്ടാക്കാൻ കഴിയാത്തത് നമ്മൾ സ്മോൾ ലെറ്റർ വെച്ചിട്ട് എക്സ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. നമ്മൾ ഇതിനെ ക്യാപിറ്റൽ വെച്ച് റെപ്രസെന്റ് ചെയ്യാം, ഇതിനെ നമുക്ക് സ്മോൾ എക്സ് റെപ്രസെന്റ് ചെയ്യാം, ഇതിനെ സ്മോൾ ബി വെച്ച് റെപ്രസെന്റ് ചെയ്യാം, അടുത്ത ജീൻ ആണെങ്കിൽ സ്മോൾ എക്സ് വെച്ച്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ റിസസീവ് അലീലിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി ചില ഓർഗാനിസിന്റെ കേസ് എടുത്തിട്ട് ചില ഓർഗാനിസിന്റെ കേസ് എടുത്ത് നമുക്കറിയാം ഒരു ജീൻ എന്ന് പറയുമ്പോൾ 2 അലീലുകൾ നമുക്കറിയാം. 1 gene consists of 2 alleles എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ ആണല്ലോ. ഒരു ജീൻ എന്ന് പറയുമ്പോൾ 2 അലീലാണ് വരുന്നത്, ഇതാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ 2 അലീലും ഒരു ഓർഗാനിസം 2 അലീലുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 2 അലീലും സിമിലർ ആണെങ്കിൽ, both alleles are similar, that condition is called as homozygous condition. നമ്മൾ പറഞ്ഞു 2 അലീലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 2
ആൻഡ് അലീലും സിമിലർ ആണെങ്കിൽ ഒരു ജീൻ എന്ന് പറയുമ്പോൾ രണ്ട് അലീൽ വരണം. ആ രണ്ട് അലീലും സിമിലർ എന്ന് പറയുമ്പോൾ രണ്ട് അലീലും ഡോമിനേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് അലീലും റിസസീവ് ആക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഹോമോസൈഗസ് കണ്ടീഷൻ ബോത്ത് ദ അലീൽസ് ആർ സിമിലർ. എക്സാമ്പിൾ പറയുകയാണ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ. എക്സാമ്പിൾ പറയുകയാണ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ, അല്ലെങ്കിൽ സ്മോൾ എ സ്മോൾ എ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പറയാം രണ്ടെല്ലും ഒരുപോലെയാണ്, രണ്ടെല്ലും ഡോമിനന്റ് ആണ്, രണ്ടെല്ലും റിസസീവ് ആണ്, രണ്ടും സിമിലർ ആണ്, രണ്ടെല്ലും ഡോമിനന്റ് ആണ്, രണ്ടും സിമിലർ ആണ്. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കും ഹോമോസൈഗസ് കണ്ടീഷൻ. എന്നാൽ രണ്ട് അലീൽസും ഡിസിമിലർ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. രണ്ടെല്ലും ഡിഫറെന്റ് ആണെങ്കിൽ ഹെറ്ററോ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും heterozygous condition. Heterozygous condition both alleles are dissimilar ആയിരിക്കും. എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഡോമിനന്റ് ആയിരിക്കും, അടുത്തയാള് റിസസീവ് ആയിരിക്കും. അതുപോലെ അടുത്ത വേറെ ചെയ്തിട്ടാണെങ്കിൽ ഒരാൾ ഡോമിനന്റ് ആയിരിക്കും, വേറൊരാൾ റിസസീവ് ആയിരിക്കും. ഓക്കെ, അത് ഒരിക്കലും എ ബി അങ്ങനെ പറ്റില്ല. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ജീനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, ആ ഒരു ജീനെ ക്യാപിറ്റൽ എ വെച്ചിട്ടും സ്മോൾ എ വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ ബി ജീനെ ക്യാപിറ്റൽ ബി വെച്ചിട്ടും സ്മോൾ ബി വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ജീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു ജീൻ എന്ന് പറയുമ്പോൾ രണ്ട് അലീൽ വരും. ഈ രണ്ട് അലീൽ എന്ന് പറയുമ്പോൾ ഒരു ജീനിന് രണ്ട് കോപ്പി വരും. കാര്യം അച്ഛനിൽ നിന്ന് വരുന്ന ഒരു കോപ്പി വരും, അമ്മയിൽ നിന്ന് വരുന്ന കോപ്പി വരും. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്ന് വരുന്ന കോപ്പിയുടെ ചേർത്ത് പറയുന്ന പേരാണ് അലീൽസ് പറയുന്നത്. അപ്പോൾ ജീനിന്റെ കോപ്പി വരുന്ന പേരാണ് അലീൽസ്. അല്ലെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ പറയാം, എഫക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അലീലും എഫക്ട് ഉണ്ടാക്കാൻ കഴിയാത്ത അലീലും. എഫക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അലീലിനെ നമ്മൾ വിളിക്കും ഡോമിനന്റ് അലീലും, എഫക്ട് ഉണ്ടാക്കാൻ കഴിയാത്ത അലീലിനെ നമ്മൾ വിളിക്കും റിസസീവ് അലീലും വിളിക്കും. ഓക്കെ ആണല്ലോ, ഡോമിനന്റ് അലീലിനെ നമ്മൾ ക്യാപിറ്റൽ വെച്ച് റെപ്രസെന്റ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡോമിനന്റ് അലീലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, റിസസീവ് അലീലിനെ നമ്മൾ സ്മോൾ ലെറ്റർ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഒരു ജീൻ എന്ന് പറയുമ്പോൾ രണ്ട് അലീൽ വരും. ആ രണ്ട് അലീലും സിമിലർ ആണെങ്കിൽ, അതായത് രണ്ട് അലീലും ഡോമിനന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് അലീലും റിസസീവ് ആണെങ്കിൽ നമ്മൾ ആ കണ്ടീഷനെ വിളിക്കും ഹോമോസൈഗസ് കണ്ടീഷൻ. ഇനി രണ്ട് അലീലും ഡിസിമിലർ ആണെങ്കിൽ, അതായത് ഒരേ ഡോമിനന്റും ഒരേ റിസസീവും ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. അപ്പോൾ ഹോമോസൈഗസ് കണ്ടീഷൻ എക്സാമ്പിൾ ആണ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ, അല്ലെങ്കിൽ സ്മോൾ എ സ്മോൾ എ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി. ഇതൊക്കെയാണ് ഹോമോസൈഗസ് കണ്ടീഷൻ എക്സാമ്പിൾ. എന്നാൽ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എക്സാമ്പിൾ ആണ് ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഒരെണ്ണം ഒരെണ്ണം ഡോമിനന്റ് ആയിരിക്കും, ഒരെണ്ണം റിസസീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, നമ്മൾ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുക. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ഒരു ചാപ്റ്ററിന് പുറമെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. നമ്മൾ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇൻഹെറിറ്റൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച സയന്റിസ്റ്റ് ആണ് വിഗർ മെൻഡൽ. വിഗർ മെൻഡലാണ് ഈ ഒരു പ്രിൻസിപ്പിൾസിനെ കുറിച്ചൊക്കെ സക്സസ്ഫുള്ളി ആദ്യമായി പഠിക്കുന്ന ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നതാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. വിഗർ മെൻഡൽ ഈസ് കോൾഡ് ആസ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടി അദ്ദേഹം യൂസ് ചെയ്ത ഓർഗാനിസം ഒരു പയർജെടിയായിരുന്നു. ഗാർഡൻ ബി എന്നറിയപ്പെടുന്ന പയർജെടിയിലാണ് വിഗർ ജോഹാൻ മെൻഡൽ അയാളുടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തത്. അതായത് ഗാർഡൻ ബി, അതായത് ഗാർഡൻ ബി. ഗാർഡൻ ബിയുടെ സയന്റിഫിക് നെയിം ആണ് പൈസം സറ്റേമം. സയന്റിഫിക് നെയിം ആണ്, നമുക്ക് സെപ്പറേറ്റ്ലി അണ്ടർലൈൻ. ഓക്കെ ആണല്ലോ, പിന്നെ ഗാർഡൻ ബിയിലാണ് അയാൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തത്. അങ്ങനെ ചെയ്തത് ഗാർഡൻ ബിയിൽ വിഗർ ജോഹാൻ മെൻഡൽ ചെയ്തത്. വിഗർ ജോഹാൻ മെൻഡൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു, അദ്ദേഹമാണ് ഈ വർക്കൊക്കെ ചെയ്തത്. അപ്പൊ അദ്ദേഹം ചെയ്തത് ഒരു ഗാർഡൻ ബിയിൽ 7 pairs of contrasting characters എടുത്തു. പരസ്പരയുടെ 7 സ്വഭാവങ്ങൾ എടുത്തു. 7 സ്വഭാവങ്ങളിൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എടുത്തു. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് മീൻസ് ഒന്ന് വന്നാൽ വേറൊന്നും വരില്ല. ഞാനൊന്ന് പറയാം. സപ്പോസ് ഒരാൾക്ക് ഒന്നുകിൽ ജീവൻ ഉണ്ടാവും, അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകാതിരിക്കാം. ഓക്കെ ആണല്ലോ, ഇതാണ് ഒന്നുകിൽ മുടി ഉണ്ടാവും, മുടി ഉണ്ടാകാതിരിക്കാം. എന്നില്ലെങ്കിൽ ഒരു കണ്ടീഷൻ. ഓക്കെ ആണല്ലോ, ഒന്നുകിൽ ബ്ലാക്ക് കളർ വരാം, ബ്ലാക്ക് കളർ വരാതിരിക്കാം. ഇതൊക്കെയാണ് നമ്മൾ രണ്ട് കണ്ടീഷൻ. രണ്ടോട് ഒരിക്കലുമില്ല. ഒരാൾക്ക് ജീവൻ ഉണ്ടാവുകയും ജീവൻ ഇല്ലാതെ ചെയ്യില്ല, കഴിയില്ല. പിന്നെ ഒരാൾക്ക് മുടി ഉണ്ടാവുകയും മുടി ഇല്ലാതാവുകയും അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരില്ല. ഓക്കെ, അതൊക്കെ ഒന്നുകിൽ ഒരു മുടിയെങ്കിലും ഉള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു മുടി പോലും ഇല്ലാത്ത കണ്ടീഷൻ. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു. ഒന്ന് വന്നാൽ വേറെ വരില്ല. ഓക്കെ, അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മെൻഡൽ സെലക്ട് ചെയ്ത 7 pairs പറയുകയാണ്.
ഫസ്റ്റ് മെന്റൽ സെലക്ട് ചെയ്ത് സ്റ്റെമ്മിന്റെ ഹൈറ്റ് ആണ്. ഈ ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മിന്റെ ഹൈറ്റ് ആണ് ഫസ്റ്റ് സെലക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. ചില പ്ലാന്റ് ടോൾ പ്ലാന്റ് ആയിരുന്നു, എന്നാൽ ചില പ്ലാന്റ് ഡോർഫ് പ്ലാന്റ് ആയിരുന്നു, പിള്ളന്മാരായിരുന്നു, ചെറിയ പ്ലാന്റ് ആയിരുന്നു. അപ്പൊ ഇന്റർമീഡിയറ്റ് പ്ലാന്റ് ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇവിടെ. ഒന്നുകിൽ ടോൾ അല്ലെങ്കിൽ ഡോർഫ്. അതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. ഒരു പ്ലാന്റ് ഒന്നുകിൽ ടോൾ ആയിരിക്കും അല്ലെങ്കിൽ ഡോർഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ഒരു പാർട്ട് ഡോർഫ് ഒരു പാർട്ട് ടോൾ ഒന്നും കഴിയില്ല. ഒന്നുകിൽ ടോൾ ആയിരിക്കും അല്ലെങ്കിൽ ഡോർഫ് ആയിരിക്കും. ഇതാണ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് ഒരു ക്യാരക്ടർ. ഫസ്റ്റ് ഒരു ക്യാരക്ടറാണ് സ്റ്റെമ്മിന്റെ ഹൈറ്റ്, ടോൾ ആകാം ഡോർഫ് ആകാം. ഇനി അടുത്ത ക്യാരക്ടറാണ് ഫ്ലവറിന്റെ പൊസിഷൻ ആണ് പറയുക. ഫ്ലവർ പൊസിഷൻ ഒന്നുകിൽ ഫ്ലവർ ഇങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ടിപ്പിലായിട്ടായിരിക്കും ഫ്ലവർ വരിക. ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും ഫ്ലവർ വരിക, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നു, ഇവിടെ നിന്നായിരിക്കും ഫ്ലവർ വരിക. അതാണ് രണ്ട് കണ്ടീഷൻ, ഫ്ലവർ ഉണ്ടാവാനുള്ള രണ്ട് കണ്ടീഷൻ. ഇതിനാണ് നമ്മൾ പറയുന്നത് ടിപ്പിലായാലും നമ്മൾ വിളിക്കും ടെർമിനൽ എന്നും, ഇതിനെ നമ്മൾ വിളിക്കും ആക്സിയൽ എന്നും വിളിക്കും. നോക്കിയാൽ രണ്ടെണ്ണം ഉണ്ട്, ആക്സിയൽ ആൻഡ് ടെർമിനൽ. വേറെ കണ്ടീഷൻ ആയിരുന്നു ഫ്ലവറിന്റെ കളർ. ഫ്ലവറിന്റെ കളർ രണ്ടെണ്ണം ഉണ്ട്, വയലറ്റ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. ഒന്നുകിൽ വയലറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ. അതുകൂടെ ഒരു ഫ്ലവർ ഒരു പ്ലാന്റിൽ തന്നെ വൈറ്റ് കളറും വയലറ്റ് കളറാണ് ഫ്ലവറുമാണല്ലോ. ഒന്നുകിൽ വയലറ്റ് കളർ ആയിരിക്കും ഉള്ളത് അല്ലെങ്കിൽ വൈറ്റ് കളറിലെ ഫ്ലവർ ആയിരിക്കും ഉള്ളത്. ഇനി അടുത്ത് വന്ന വിത്തിന്റെ സീഡിന്റെ ഷേപ്പും സീഡിന്റെ കളറുമാണ് പറയുന്നത്. സീഡിന്റെ ഷേപ്പ് രണ്ട് തരത്തിലാവാം. ഒന്നാണ് റൗണ്ട്, നല്ല ഉരുണ്ടിരിക്കാം. വേറൊന്നാണ് റിങ്കിൾഡ്, ആ ഒരു ചുളുങ്ങിയിരിക്കുന്നതാണ് റിങ്കിൾഡ് എന്ന് പറയുന്നത്. ഇതിന്റെ കളർ പറയുകയാണ്, സീഡിന്റെ കളർ പറയുകയാണ് യെല്ലോ ആവാം. ചിലത് യെല്ലോ കളറിലിരിക്കും, ചില സീഡത്ത് ഗ്രീൻ കളറിലിരിക്കും. ഓക്കെ ആണല്ലോ. ഞാൻ പറയാം തോടുണ്ടല്ലോ, സീഡിന്റെ തോടല്ലേ പറഞ്ഞത്, പയറിന്റെ ഫുള്ളായിട്ട് തോടുകളിൽ വളർന്നു കിടക്കുന്ന സാധനം, അതിനാണ് നമ്മൾ വിളിക്കുന്നത് പോഡ്. ആ പോഡിന്റെ ഷേപ്പിനെ കുറിച്ചും പഠിച്ചിരുന്നു, പോഡിന്റെ കളറിനെ കുറിച്ചും. ഇങ്ങനെയാണ് 7 ക്യാരക്ടർ. 1, 2, 3, 4, 5, 6, 7. പേജസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്നതാണ്. പോഡിന്റെ ഷേപ്പ് രണ്ട് തരത്തിലായിരുന്നു. ഒന്നിൽ ചുരുക്കമൊന്നും ഇല്ലാതെ പരന്നിരിക്കുന്നതാവാം, ഇൻഫ്ലാറ്റ്. അല്ലാതെ കുറച്ച് ഇൻഫ്ലാറ്റ് അല്ലാതിരിക്കുന്നതാണ് നമ്മൾ കൺസ്ട്രിക്റ്റഡ്. ഇനി അടുത്തതാണ് പോഡ് കളർ. പോഡ് കളർ രണ്ട് തരത്തിലുണ്ട്. ഇതുപോലെ തന്നെ ഗ്രീനും യെല്ലോയും ചെറിയ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. ഇതിൽ നമ്മൾ പറഞ്ഞു ഡോമിനന്റ് അലീലുണ്ട്, റിസസീവ് അലീലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഡോമിനന്റ് അലീൽ ആൻഡ് റിസസീവ് അലീൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഈ ഡോമിനന്റ് അലീൽ കൊണ്ട് നമ്മൾ പറഞ്ഞ എഫക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അലീലിനെയാണ് നമ്മൾ പറഞ്ഞത്. ആ എഫക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ഡോമിനന്റ് അലീലിന്റെ എഫക്ട് കൊണ്ടുണ്ടാകുന്ന സ്വഭാവത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോമിനന്റ് ക്യാരക്ടർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോൾ. ടോൾ പറഞ്ഞ ഡോമിനന്റ് അലീലിന്റെ എഫക്ട് കൊണ്ടുണ്ടാകുന്ന സ്വഭാവമാണ് ടോൾ എന്ന് പറയുന്ന സ്വഭാവം. എന്നാൽ ഡോർഫ് എന്ന് പറയുന്നത് റിസസീവ് അലീലിൽ എഫക്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്നാൽ റിസസീവ് അലീലിന് എഫക്ട് ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നതിനുള്ള സ്വഭാവമാണ് ഡോർഫ് എന്ന് പറയുന്നത്. അപ്പൊ റിസസീവ് അലീലിൽ ഉണ്ടാകുന്ന സ്വഭാവത്തിന് റിസസീവ് അലീലിൽ എഫക്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ എഫക്ട് ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടുണ്ടാകുന്ന സ്വഭാവത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസസീവ് ക്യാരക്ടർ. ഓക്കെ ആണല്ലോ. ഡോമിനന്റ് ക്യാരക്ടറും റിസസീവ് ക്യാരക്ടറും. ഇതിൽ നമുക്കറിയാം ഡോമിനന്റ് അലീലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഡോമിനന്റ് അലീലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണെന്ന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിസസീവ് അലീലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ വെച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നതാണ് ഡോമിനന്റ് ക്യാരക്ടർ. നമുക്ക് കൂടുതലും കാണാം. അപ്പൊ ടോൾ കളറിൽ കൂടുതൽ കാണുന്ന ടോളാണ്. അതിൽ ടോളാണ് ഡോമിനന്റ് ക്യാരക്ടർ. ആക്സിയൽ എന്നുള്ളത്, ആക്സിയൽ ഫ്ലവറിന്റെ പൊസിഷൻ ആക്സിയൽ എന്നുള്ളതാണ് ഡോമിനന്റ് ക്യാരക്ടർ. ടെർമിനൽ എന്നത് റിസസീവ് ക്യാരക്ടർ ആണ്. വയലറ്റ് ഡോമിനന്റ് ക്യാരക്ടർ, വൈറ്റ്
ചെയ്യുന്നത് ക്യാപിറ്റൽ ടി എന്ന ലെറ്റർ വെച്ചിട്ടായിരിക്കും. ഡ്വാർഫിന്റെ അലീലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റിസസീവ് അലീലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ടി വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ക്യാപിറ്റൽ എ ഇതിന്റെ ആക്സിയൽ എന്ന ക്യാരക്ടറിന്റെ ആക്സിയൽ ഫ്ലവർ പൊസിഷൻ എന്ന ക്യാരക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എ വെച്ചിട്ടും പിന്നെ നമ്മൾ സ്മോൾ ലെറ്റർ എ വെച്ചിട്ടുമായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ വൈറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ ബി വെച്ച് റെപ്രസെന്റ് ചെയ്യും. വൈറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ ബി വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. റൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. റിംഗിനെ നമ്മൾ സ്മോൾ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ പറഞ്ഞു ഒരു ജീൻ എന്ന് പറയുമ്പോൾ രണ്ട് അലീൽ വരും എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ടോൾസ് എന്നുള്ളതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ക്യാപിറ്റൽ ടി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. രണ്ട് അലീൽ വരും. ഓക്കെ ആണല്ലോ. ഡ്വാർഫിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സ്മോൾ ടി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താവുമെന്ന് ഇപ്പൊ ചോദിക്കേണ്ട. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിനെ കുറിച്ച് നമ്മൾ പറയും. അതെന്താവുന്ന കാര്യം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും. അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. പിന്നെ അതുപോലെ ഫ്ലവർ പൊസിഷന്റെ ആക്സിയൽ എന്നുള്ളതിനെ നമുക്ക് ഫ്ലവർ പൊസിഷൻ ആക്സിയൽ ആണെന്നുണ്ടെങ്കിൽ ആക്സിയൽ ഫ്ലവർ പൊസിഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ ക്യാപിറ്റൽ എ എന്നും അതല്ല ടെർമിനൽ ഫ്ലവർ പൊസിഷൻ ആണെങ്കിൽ ഈ ടെർമിനൽ ഫ്ലവർ പൊസിഷൻ ആണെങ്കിൽ നമുക്ക് സ്മോൾ എ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ശരിയാണല്ലോ. നമ്മൾ യൂസ് ചെയ്ത രണ്ട് ടേമാണ് ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. അതൊരു ജീനിന്റെ എക്സ്പ്രഷൻ ആണ്. ജീൻ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ കാണാൻ കഴിയുന്ന കാര്യമാണ്. ടോൾ ആണോ ഡോർഫ് ആണോ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആ എഫക്റ്റിനെ നമ്മൾ പറഞ്ഞ പേരാണ് phenotype. Physical expression of a gene is called as phenotype. നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു പ്ലാന്റ് ടോൾ ആണോ ഡോർഫ് ആണോ അതിന്റെ ഫ്ലവറിന്റെ പൊസിഷൻ ആക്സിയൽ ആണോ ടെർമിനൽ ആണോ അതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഫിസിക്കലി കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ജീനിന്റെ ഫിസിക്കൽ എക്സ്പ്രഷൻ that is called as phenotype. ഓക്കെയാണല്ലോ. ഫിസിക്കൽ എക്സ്പ്രഷൻ ഓഫ് എ ജീൻ that is called as phenotype. എന്നാൽ ജീനോടൈപ്പ് എന്നാൽ ഇതിനെയാണ് ജനറ്റിക് അതിന്റെ ജനിതക ഘടന എന്താണ്? ഇതാണ് അതിന്റെ ജനിതക ഘടന. നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമില്ല. ക്യാപിറ്റൽ ടി രണ്ട് ഡോമിനന്റ് ആണ് റെസസീവ് ആണ്. നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമില്ല. കാര്യം അതിന്റെ ജനറ്റിക്കൽ കണ്ടന്റ് ആണത്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ജനിതക ഘടന ഒരു ജീനിന്റെ ഫിസിക്കൽ എക്സ്പ്രഷൻ ആണ്. ഇതൊക്കെ ഫിസിക്കലി ഉള്ള എക്സ്പ്രഷൻ ആണ്. നമുക്ക് ഫിസിക്കലി കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്ന് പറയുന്നത് അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ജനിതക ഘടനയാണ്. ഈ ജനിതക ഘടന ജീനോടൈപ്പിനെ വിളിക്കുന്ന പേരാണ് ജനിതക ഘടനയ്ക്ക് വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പ്. ഓക്കെ ആണല്ലോ. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ജീൻ ഇത് ഫിസിക്കൽ എക്സ്പ്രഷൻ ആയിരുന്നു. അതാണ് ഫീനോടൈപ്പ്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഘടന. Genetic constitution of a gene is called as genotype. Okay, now phenotype and genotype. Physical expression is called as phenotype and genetic constitution is called as genotype. Okay, now okay. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കിയിരിക്കണം. എല്ലായ്പ്പോഴും വൺ ജീൻ അതൊരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇത് മാറ്റമൊക്കെ ഉണ്ട്. വൺ ജീൻ കൺട്രോൾ വൺ ക്യാരക്ടർ. ഓക്കെ ആണല്ലോ. ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു. ഇതൊരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. മെന്റലിന്റെ എക്സ്പെരിമെന്റിൽ നമുക്ക് കിട്ടിയ കൺസെപ്റ്റ് ആണ് വൺ ജീൻ കൺട്രോൾ വൺ ക്യാരക്ടർ എന്നുള്ള കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് കുറച്ച് മാറ്റം വരുന്നുണ്ട്. എല്ലാ കേസും 100% ആക്യുറേറ്റ് അല്ല, ഒരു 99% ആക്യുറേറ്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഇങ്ങനെ പറയുകയാണ് ഈ മെന്റൽ ചെയ്ത ക്രോസ് പറയുന്നത്. മെന്റൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തു. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ മീൻസ് ക്രോസ് കോർഡിനേഷൻ ഉണ്ടല്ലോ. ആ ക്രോസ് കോർഡിനേഷനെ കൺട്രോൾഡ് ആർട്ടിഫിഷ്യലി ചെയ്തു. നോർമലി ഏതെങ്കിലും ഒരു പ്ലാന്റിൽ നിന്നും ഏതെങ്കിലും ഒരു പ്ലാന്റിലേക്ക് പോളിനേറ്റ്സ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൽ നിന്ന് മാത്രം പോളിനേറ്റ്സ് വന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്ലവറിലേക്ക് തന്നെ വീഴുന്നു. ഇതിനാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ചെയ്താണ് ആർട്ടിഫിഷ്യൽ ക്രോസ് കോർഡിനേഷൻ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അതാണ് മെന്റൽ ചെയ്ത കാര്യം. മെന്റൽ ചെയ്ത കാര്യം ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ് മെന്റൽ ചെയ്ത കാര്യം. ഓക്കെ ആണല്ലോ.
നമ്മൾ പറയാൻ പോകുന്ന മെത്തേഡ് ക്രോസ്. ആ ക്രോസ് പോളിനേഷൻ അതിനെ നമ്മൾ ക്രോസ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ക്രോസ് പോളിനേഷൻ ദാറ്റ് ഈസ് സിംപ്ലി കോൾഡ് ആസ് ക്രോസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മെയിൻറ്റെയിൻ ചെയ്ത ക്രോസിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. Mono hybrid cross means cross considering only one character or one gene. Okay, ആണല്ലോ. നമ്മൾ 7 pairs characters 7 characters കുറിച്ചാണ് പറഞ്ഞത്. ആണല്ലോ. മെന്റലിന്റെ 7 characters കൺസിഡർ ചെയ്ത ട്രീ പ്ലാന്റിന്റെ 7 characters കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ മെന്റൽ 7 characters അറ്റ് എ ടൈം പഠിച്ചിട്ടില്ല. ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഒരു ടൈമിൽ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് മാത്രമാണ് പഠിച്ചത്. അങ്ങനെ ഒരു സമയത്ത് ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ജീനിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ക്രോസിനെ അല്ലെങ്കിൽ ഒരു ജീൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ മാത്രം ഇൻവോൾവ് ആയിരിക്കുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ക്രോസ് ഇൻവോൾവിംഗ് a single gene or a single character. അതിനാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് വിളിക്കുന്നത്. അപ്പൊ 2 ജീൻ അല്ലെങ്കിൽ 2 ക്യാരക്ടറെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെങ്കിലോ നമ്മൾ വിളിക്കും ഡൈഹൈബ്രിഡ് ക്രോസ്. അതുപോലെ 3 ക്യാരക്ടറിനെ അല്ലെങ്കിൽ 3 ജീനിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെങ്കിൽ ട്രൈ ഹൈബ്രിഡ് ക്രോസ്. അങ്ങനെ പറഞ്ഞു പോകും. ഒരു ക്യാരക്ടർ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ക്രോസിനെ നമ്മൾ വിളിക്കുന്നത് ക്രോസ് വെച്ച് എന്താണ്? ക്രോസ് പോളിനേഷൻ. അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രോസ് പോളിനേഷൻ. അങ്ങനെ ഒരു ക്യാരക്ടർ മാത്രം അല്ലെങ്കിൽ ഒരു ജീൻ മാത്രം ഉള്ളതാണെങ്കിൽ മോണോ ഹൈബ്രിഡ് ക്രോസ്, 2 ക്യാരക്ടർ അല്ലെങ്കിൽ 2 ജീൻ ഉള്ളതാണെങ്കിൽ ഡൈഹൈബ്രിഡ് ക്രോസ്, 3 ഉള്ളതാണെങ്കിൽ ട്രൈ ഹൈബ്രിഡ് ക്രോസ്. ഇങ്ങനെ പറഞ്ഞോളൂ. ഓക്കെ ആണല്ലോ. മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുന്നത് ഇവിടെ മെത്തേഡ് എടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റെമിന്റെ ഹൈറ്റ്, ടോൾ പ്ലാന്റ് ഡോർ പ്ലാന്റ് തമ്മിലുള്ള അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മെന്റൽ സെലക്ട് ചെയ്ത പ്ലാന്റ് മെന്റൽ മോണോ ഹൈബ്രിഡ് ക്രോസിന് വേണ്ടി മെന്റൽ സെലക്ട് ചെയ്ത് പ്യൂർ ലൈൻ പ്ലാന്റ്സിനെയാണ് സെലക്ട് ചെയ്തത്. പ്യൂർ ലൈൻ പ്ലാന്റ്സിനെയാണ് മെന്റൽ സെലക്ട് ചെയ്തത്. എന്താണ് പ്യൂർ ലൈൻസ് നോക്കാം. മെന്റൽ സെലക്ട് പ്യൂർ ലൈൻ പ്ലാന്റ്സ് ഫോർ ദിസ് മെന്റൽ സെലക്ട് പ്യൂർ ലൈൻ പ്ലാന്റ്സ് ഫോർ ദിസ് എക്സ്പെരിമെന്റ്. ഓക്കെ ആണല്ലോ. എന്താണ് പ്യൂർ ലൈൻസ് നോക്കാം. ഇപ്പൊ ഒരു ടോൾ പ്ലാന്റ് അതിനുണ്ടാകുന്ന എല്ലാ പ്രോജനികളും ടോൾ പ്ലാന്റ് തന്നെ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അതിന് ഓരോ പ്രോജനിക്കും ഉണ്ടാകുന്നത് എല്ലാം ടോൾ പ്ലാന്റ് തന്നെ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അവർക്കുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളും ടോൾ പ്ലാന്റ് തന്നെ ആയിരിക്കണം. ഇങ്ങനെ എല്ലാ ജനറേഷനിലും ഒരേ ക്യാരക്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ്. അപ്പൊ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ ഈ പ്ലാന്റ് പ്യൂർ ലൈൻ ആണെന്ന് പറയാം. ഇതിലുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളും ടോളായിരിക്കണം. ഇതിലുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളും ടോൾ. അപ്പൊ ഇതെല്ലാവരും നമുക്ക് വിളിക്കുന്നതെല്ലാം പ്യൂർ ലൈൻസ് ആണെന്ന് പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാന്റ്, ആ പ്ലാന്റ് ഉണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളും അതേ ക്യാരക്ടർ ഉണ്ടാവണം, അവരുടെ കുഞ്ഞുങ്ങൾക്കും അതേ ക്യാരക്ടർ ഉണ്ടാവണം. അങ്ങനെ എല്ലാ ജനറേഷനിലും അങ്ങനെ അതേ ക്യാരക്ടറിനെ കീപ്പ് ചെയ്ത് പോയാൽ നമ്മൾ അതിനെ വിളിക്കും പ്യൂർ ലൈൻ പ്ലാന്റ്സ് വരും. ഓക്കെ ആണല്ലോ. പ്യൂർ ലൈൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. എല്ലാ ജനറേഷനിലും ഒരേ ക്യാരക്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെ, ഒരേ ക്യാരക്ടർ കാണിക്കുന്ന പ്ലാന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യൂർ ലൈൻ. പ്യൂർ ലൈൻ പ്ലാന്റ് നമുക്ക് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം എന്ന് പറയുകയാണ്. പ്യൂർ ലൈൻ പ്ലാന്റ്സിന് കിട്ടാനുള്ള വഴിയാണ് പ്യൂർ ലൈൻസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ continuous self pollination. Pure lines are obtained by continuous self pollination. അങ്ങനെയാണ് ഒരു ടോൾ പ്ലാന്റിനെ എടുക്കുക. ആ ടോൾ പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് അതിനോട് തന്നെ ക്ലോസ് ചെയ്യുക. അത് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ നടത്തി വീണ്ടും കുറെ കുഞ്ഞുങ്ങളെ ഉണ്ടാകും. അപ്പൊ കുറെ പ്ലാന്റ്സ് കിട്ടും. അതിൽ ചിലപ്പോൾ ടോളും കിട്ടും, ചിലപ്പോൾ ഡോർഫും കിട്ടാം. ഓക്കെ ആണല്ലോ. ഡോർഫ് ഉണ്ടാവും. അത് നമ്മൾ ടോളിനെ മാത്രം സെലക്ട് ചെയ്യുക. ആ ടോളിനെ മാത്രം സെൽഫ് പോളിനേറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് എന്ത് കിട്ടാം? ഡോർഫും കിട്ടാം, ടോളും ഒക്കെ നമുക്ക് കിട്ടാം. നമ്മൾ വീണ്ടും ആ ടോളിനെ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ പോകും. ടോളിനെ മാത്രം സെലക്ട് ചെയ്ത് സെവറൽ ജനറേഷൻ നോക്കാം. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആക്കും. ഒരു ജനറേഷൻ സെൽഫ് പോളിനേഷൻ ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ, ടോളാണ് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ. ആ ടോളുള്ള കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ അങ്ങനത്തെ തൈകളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വളർത്തിയെടുക്കുന്നു. അതിനെ വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ ടോൾ ക്യാരക്ടർ മാത്രം സെലക്ട് ചെയ്യുന്നു. അതിനെ വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു. ടോൾ ക്യാരക്ടർ മാത്രം സെലക്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നു. ടോൾ ക്യാരക്ടർ മാത്രം സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ സെൽഫ് പോളിനേഷൻ നടത്തി, അടുത്ത ജനറേഷൻ സെൽഫ് പോളിനേഷൻ നടത്തി, അടുത്ത ജനറേഷൻ സെൽഫ് പോളിനേഷൻ നടത്തി. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ വഴിയാണ് നമ്മൾ പ്യൂർ ലൈൻ പ്ലാന്റ്സിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ ആണല്ലോ. പ്യൂർ ലൈൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? എല്ലാ ജനറേഷനും ഒരേ ക്യാരക്ടർ തന്നെ കാണിക്കുന്ന പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാണ് പ്യൂർ ലൈൻ പ്ലാന്റ്. പ്യൂർ ലൈൻ പ്ലാന്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവരെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടിന്യൂസ് സെൽഫ്
ഓക്കെ ആണല്ലോ. പ്യൂർ ലൈൻസ് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടിന്യൂസ് സെൽ പോളിനേഷൻ വഴിയാണ്. ഈ പ്യൂർ ലൈൻ പ്ലാന്റ്സിന്റെ സ്പെഷ്യാലിറ്റി ആണ് പ്യൂർ ലൈൻ പ്ലാന്റ്സ് ആർ ഹോമോസൈഗസ്. പ്യൂർ ലൈൻ പ്ലാന്റ്സ് ഹോമോസൈഗസ് പ്ലാന്റ്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇവിടെ മെന്റൽ സെലക്ട് ചെയ്തത് പ്യൂർ ലൈൻ ഡോട്ട് നമ്മൾ മെന്റൽ എക്സ്പെരിമെന്റിലേക്ക് പോവുകയാണ്. മെന്റൽ ചെയ്ത മോണോഹൈബ്രിഡ് ക്രോസ് ഒരു ക്യാരക്ടറിനെ മാത്രം കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജീനിനെ മാത്രം കൺസിഡർ ചെയ്യുന്ന ക്രോസിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ ആണല്ലോ. മെന്റൽ സെലക്ട് ചെയ്തത് പ്യൂർ ലൈൻ ഡോട്ട് പ്ലാന്റിനെയും സെലക്ട് ചെയ്തു, പ്യൂർ ലൈൻ ഡോട്ട് പ്ലാന്റിനെയും സെലക്ട് ചെയ്തു. നമ്മൾ പറഞ്ഞു മെന്റൽ സെലക്ട് പ്യൂർ ലൈൻ പ്ലാന്റ്സ് ഫോർ ദിസ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു. ഇവിടെ മെന്റൽ പ്യൂർ പ്യൂർ ലൈൻ ഡോട്ട് പ്ലാന്റിനെയും പ്യൂർ ലൈൻ ഡോട്ട് പ്ലാന്റിനെയും സെലക്ട് ചെയ്തു. എനിക്കാണല്ലോ. ഇപ്പൊ ഡോട്ട് എന്ന് പറയുന്നത് ഫീനോടൈപ്പ് ആണ്, ഇതും ഫീനോടൈപ്പ് ആണ്. നമുക്ക് ജീനോടൈപ്പ് എടുക്കാം. ഓക്കെ ആണല്ലോ. പ്യൂർ ലൈൻ ഡോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ടി എന്ന് പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്യൂർ ലൈൻസ് ആർ ഹോമോസൈഗസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് എടുക്കാം. ഇതിനെ നമുക്ക് സ്മോൾ ടി എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ സെൽ പോളിനേഷൻ ആണ് ചെയ്യുന്നത്, സോറി ക്രോസ് പോളിനേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പ്ലാന്റിൽ നമ്മൾ മെയിൽ ഗ്യാമീറ്റ് അടുത്ത പ്ലാന്റിൽ ഫീമെയിൽ ഗ്യാമീറ്റ് നമ്മൾ കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഒരു ഗ്യാമീറ്റ് ഫോം ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇവിടെ ഫസ്റ്റ് ഗ്യാമീറ്റ് ഫോം ചെയ്യണം. ആ ഗ്യാമീറ്റ് നമുക്കറിയാം ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് അല്ലേ. ഹാപ്ലോയിഡ് ആയതുകൊണ്ട് ഒരലയിൽ മാത്രമേ ഗ്യാമീറ്റ് വരികയുള്ളൂ. ഗ്യാമീറ്റിനുള്ളിൽ ഒരലയിൽ മാത്രമേ വരികയുള്ളൂ. അതായത് ഇവിടെ നമുക്ക് പറയാം ഒരു ടൈപ്പ് ഓഫ് രണ്ട് ടീം എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം രണ്ട് ഒരേ ടൈപ്പാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് ഒരേ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഒരു ടൈപ്പിനെ ഒരെണ്ണത്തിനെ മാത്രമേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലല്ലോ. രണ്ടെണ്ണം എടുത്ത് തെറ്റാണ്, രണ്ടെണ്ണം എഴുതാൻ പാടില്ല. ഓക്കെ അല്ലോ. ഒരേ എണ്ണമാണെങ്കിൽ ക്യാപിറ്റൽ ടി അങ്ങനത്തെ രണ്ടെണ്ണം എഴുതാൻ പാടില്ല, തെറ്റാണ്. അതുപോലെ ഇവിടെ നിന്ന് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് സ്മോൾ ടി അല്ലെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യും. ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് F1 ജനറേഷൻ. F means filial. Filial means വംശപരമ്പര. ഇത് ഇങ്ങനെ പോവുകയാണ്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ഇങ്ങനെ പരമ്പരയായിട്ടാണ് പോവുകയാണ്. അത് പരമ്പര, അത് ഫിലിയൽ. ഓക്കെ ആണല്ലോ. അതിൽ തന്നെ ഫസ്റ്റ് ജനറേഷൻ അതാണ് F1 ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ഫിലിയൽ ഈ വംശ പരമ്പരയിലെ ഒന്നാമത്തെ ജനറേഷൻ. അതാണ് കാണുന്നത് ഈ ഗ്യാമീറ്റും ക്യാപിറ്റൽ ടി ഗ്യാമീറ്റും സ്മോൾ ടി ഗ്യാമീറ്റും അത് കമ്പൈൻ ചെയ്തിട്ടാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ടാവും. അപ്പൊ മെന്റൽ ഇപ്പൊ ഈ പ്ലാന്റ് ഡോട്ട് പ്ലാന്റും ഡോട്ട് പ്ലാന്റും കൂടെ വന്നപ്പോൾ കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടിയ പ്ലാന്റ് ഇന്റർമീഡിയറ്റ് പ്ലാന്റ് അല്ല. കിട്ടിയ പ്ലാന്റ് ഡോട്ട് പ്ലാന്റ് ആയിരുന്നു. അപ്പൊ മെന്റൽ കിട്ടിയ ഒരു പ്ലാന്റ് ഡോട്ട് പ്ലാന്റ് ആയിരുന്നു. എല്ലാ പ്ലാന്റുകളും ഡോട്ട് പ്ലാന്റുകളായിരുന്നു. ഒരു പ്ലാന്റ് കിട്ടിയത് ഒരുപാട് പ്ലാന്റുകൾ കിട്ടി. മെന്റലിൽ കിട്ടിയ പ്ലാന്റുകൾ മൊത്തം എന്തായിരുന്നു? ഡോട്ട് പ്ലാന്റ് ആയിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി മെന്റൽ അടുത്ത ചെയ്തത് F2 രണ്ടാമത്തെ ജനറേഷൻ ഉണ്ടാക്കിയത് ഫിലിയൽ ഈ വംശ പരമ്പരയിലെ സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കി. അതിൽ സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി F2 സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. സെക്കൻഡ് ജനറേഷൻ എല്ലായ്പ്പോഴും ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. സെക്കൻഡ് ജനറേഷൻ എല്ലായ്പ്പോഴും F2 is always obtained by ഇതിനെ F1 നെ സെൽഫ് പോളിനേറ്റ് ചെയ്യും. ബൈ സെൽഫ് പോളിനേറ്റിംഗ് F1. ഇതാണ് F1. ഈ F1 നെ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്ന എല്ലാ കേസും F2 ഉണ്ടാക്കുന്നു. നമുക്കറിയാം, നോക്കാം എങ്ങനെയാണ് F2 ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുക. സെൽഫ് പോളിനേറ്റ് ചെയ്യുക മീൻസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി അതിനോട് തന്നെ ക്രോസ് ചെയ്യിക്കുക. ഓക്കെ ആണല്ലോ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻടു ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരെണ്ണം മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ രണ്ട് ടൈപ്പ് ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നു. ഇവിടുത്തെ ഗ്യാമീറ്റ് എടുക്കുമ്പോൾ ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റ് ഫോം ചെയ്യും, സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റ് ഫോം ചെയ്യും. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ എഴുതിയത് തെറ്റാണ്. കാര്യം നമ്മൾ പറഞ്ഞു ഒരു ഓർഗാനിസം ഡിപ്ലോയിഡ് ആണ്, എന്നാൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് ആണെങ്കിൽ അത് ഒരു ജീനിന്റെ ഒരലയിൽ എഴുതാൻ പാടുള്ളൂ. ഇപ്പൊ ഒരു ജീനിന്റെ രണ്ട് അലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്, ഇങ്ങനെ എഴുതാൻ പാടില്ല. ക്യാപിറ്റൽ ടി ഉള്ള അലീലും പ്രൊഡ്യൂസ് ചെയ്യാം, സ്മോൾ ടി ഉള്ള അലീലും പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി ഇവിടെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി ഉള്ള അലീലും പ്രൊഡ്യൂസ് ചെയ്യാം, സ്മോൾ ടി ഉള്ള അലീലും പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യാം. ഈ ക്യാപിറ്റൽ ടിയും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ
ക്യാപിറ്റൽ ടി എന്നുള്ള പ്ലാന്റ് കിട്ടും. അതല്ല ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഈ സ്മോൾ ടിയും ഈ ക്യാപിറ്റൽ ടിയും തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ സ്മോൾ ടി ക്യാപിറ്റൽ ടി എന്ന് കിട്ടും. നമ്മൾ പൊതുവെ ക്യാപിറ്റൽ ആദ്യം പറയും, സ്മോൾ ലെറ്റർ ആണ് രണ്ടാമത് പറയും. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി പറഞ്ഞു ഇവിടെ കിട്ടിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ കിട്ടിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. സ്മോൾ ടി ക്യാപിറ്റൽ ടി നമ്മൾ പൊതുവെ പറയാറില്ല, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നാണ് പറയുക. ഇനി അതുപോലെ ഇവ രണ്ടോട് കമ്പൈൻ ചെയ്താൽ നമുക്ക് സ്മോൾ ടി എന്നുള്ള പ്ലാന്റ് കിട്ടും. ഓക്കെ ആണല്ലോ. നോക്കിയപ്പോ ഈ പ്ലാന്റും ഈ മെന്റൽ നോക്കിയപ്പോ ഈ പ്ലാന്റുകളൊക്കെ ഇതെല്ലാം കിട്ടിയത് ടോൾ പ്ലാന്റ് ആയിരുന്നു. ഇതെല്ലാം ടോൾ പ്ലാന്റ്, കാരണം ഇത് ടോളല്ലേ, ഇതെല്ലാം ടോൾ പ്ലാന്റ് ആയിരുന്നു. ഈ ഓർഗൺ മാത്രം ഡ്വാർഫ് പ്ലാന്റ് ആയിരുന്നു മെന്റലിന് കിട്ടിയത്. ഓക്കെ ആണല്ലോ. അപ്പൊ മെന്റൽ ഇതിന്റെ ബേസിൽ കുറച്ച് റേഷ്യോസ് ഒക്കെ പറഞ്ഞു. അതായത് മെന്റലിന് കിട്ടിയ പ്ലാന്റിന്റെ നോക്കിയോ ടോട്ടൽ 4 പ്ലാന്റ് കിട്ടി എന്നുണ്ടെങ്കിൽ, ഓക്കെ ആണല്ലോ, 4 പ്ലാന്റ് കിട്ടി എന്നുണ്ടെങ്കിൽ അതിൽ 3 ടോൾ ആയിരിക്കും, ഒരെണ്ണം മാത്രം ഡ്വാർഫ് ആയിരിക്കും. അപ്പൊ മെന്റലിന് ഒരു റേഷ്യോ ഉണ്ടാക്കി, അതായത് 3 ടോൾ ആയിരുന്നു, ഒരെണ്ണം ഡ്വാർഫ് ആയിരുന്നു. ഇത് ഫീനോടൈപ്പ് അല്ലേ, ടോളും ഡ്വാർഫും ഒക്കെ ഫീനോടൈപ്പ് അല്ലേ. അങ്ങനെ മെന്റൽ പറഞ്ഞു ഇങ്ങനെ മോണോടൈപ്പ് ക്രോസ് ചെയ്താൽ കിട്ടുന്ന ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരിക്കും. 3 ടോൾ ഒരെണ്ണം ഡ്വാർഫ്, അതാണ് ഫീനോടൈപ്പിക് റേഷ്യോ. പൊതുവെ പുറമെ കാണാൻ കഴിയുന്ന അതാണ് റേഷ്യോ, ഫീനോടൈപ്പിക് റേഷ്യോ. എന്നാൽ ജീനോടൈപ്പ് എടുക്കാം. ജീനോടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ഒരു ക്യാപിറ്റൽ ടി കിട്ടി, ഒരെണ്ണം ക്യാപിറ്റൽ ടി കിട്ടി, 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി, ഒരെണ്ണം സ്മോൾ ടി കിട്ടി. ഇതൊക്കെ എന്താണ്? ജീനോടൈപ്പ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ബേസിൽ ഇങ്ങനെ കിട്ടിയതിന്റെ ബേസിൽ മെന്റൽ പറഞ്ഞു ജീനോടൈപ്പിന്റെ റേഷ്യോ 1:2:1 ആയിരിക്കും എന്ന് മെന്റൽ പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇപ്പൊ രണ്ട് റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ is 3:1. Monohybrid phenotypic ratio is 3:1 and monohybrid genotypic ratio is 1:2:1. Okay, allo mentalde monohybrid phenotypic ratio is 3:1 and genotypic ratio is 1:2:1. വളരെ important ആണ്. Okay, allo typical monohybrid phenotypic ratio എന്ന് ചോദിച്ചാൽ 3:1, genotypic ratio എന്ന് ചോദിച്ചാൽ 1:2:1. Okay, allo ഇതായിരുന്നു മെന്റൽ എക്സ്പെരിമെന്റ്. മെന്റൽ പ്യൂർ ലൈൻ ടോൾ പ്ലാന്റ്, പ്യൂർ ലൈൻ ഡ്വാർഫ് പ്ലാന്റ് എടുത്തു. പ്യൂർ ലൈൻ എന്ന് പറയുമ്പോൾ ഹോമോസൈഗസ് ആണ്. പ്യൂർ ലൈൻ ടോളിനെ നമുക്ക് ക്യാപിറ്റൽ ടി എന്നും പ്യൂർ ലൈൻ ഡ്വാർഫിനെ സ്മോൾ ടി എന്നും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഗ്യാമീറ്റ്സ് തമ്മിലാണ് ക്ലോസ് ചെയ്യുമ്പോൾ കമ്പൈൻ ചെയ്ത് അപ്പോൾ ഗ്യാമീറ്റ്സ് ഉണ്ടാവുന്നു. ഇവിടെ ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എല്ലാത്തിനും ഒരു അല്ലിലേ ഉണ്ടാവുള്ളൂ. ഗ്യാമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. ഗ്യാമീറ്റ്സ് ഹാപ്ലോയിഡ് ആയതുകൊണ്ട് ഗ്യാമീറ്റ് ഒരു അല്ലിലേ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു ക്യാരക്ടറിന്റെ ഒരു അല്ലിൽ നമ്മൾ കൺസിഡർ ചെയ്ത ക്യാരക്ടറിന്റെ ഒരു അല്ലിലേ ഉണ്ടാവുകയുള്ളൂ. ഒരു ഓർഗാനിസം ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്ത ക്യാരക്ടറിന്റെ 2 അല്ലിൽ ഉണ്ടാവും. എന്നാൽ ഗ്യാമീറ്റ് ആവുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ക്യാരക്ടറിന് ഒരു അല്ലിലേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യും, ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ കമ്പൈൻ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ, വംശ പരമ്പരയിലെ ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ ഉണ്ടായി. ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നുള്ളതായിരുന്നു. മറ്റേ നോക്കിയപ്പോൾ ആ പ്ലാന്റ് ടോൾ പ്ലാന്റ് ആയിരുന്നു. കിട്ടിയ എല്ലാ പ്ലാന്റുകളും ടോൾ പ്ലാന്റ് ആയിരുന്നു. അപ്പൊ ക്യാപിറ്റൽ ടി ടു സ്മോൾ ടി ടോൾ പ്ലാന്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത മെന്റൽ F2 ജനറേഷൻ ആണ്. F2 എല്ലാവരും ഏതൊരു പ്രോസസ് എടുത്തു കഴിഞ്ഞാലും F2 ചെയ്യുന്നത് F1നെ സെൽഫ് ഹോൾഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് F1. ആ F1നെ സെൽഫ് ഹോൾഡേറ്റ് ചെയ്യുക മീൻസ് F1നെ അതിനോട് തന്നെ ക്ലോസ് ചെയ്യുക. അത് ക്യാപിറ്റൽ ടി സ്മോൾ ടി അതിനോട് തന്നെ ക്ലോസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുന്ന് 2 ടൈപ്പ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഒന്നും അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നോക്കിയപ്പോൾ മെന്റലിന് കിട്ടിയത് ഒരു ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ പ്ലാന്റ്, 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലാന്റ്, ഒരു സ്മോൾ ടി ഒരു ക്യാപിറ്റൽ ടി 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഒരു സ്മോൾ ടി അങ്ങനത്തെ പ്ലാന്റ് കിട്ടി. അപ്പൊ നമുക്ക് പറയാം മെന്റലിലെ genotypic ratio 1:2:1 ആണ്. monohybrid genotypic ratio is 1:2:1 എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. മെന്റലിൽ കിട്ടിയ phenotypic
റേഷ്യോ നമുക്ക് പറയാം. ഇതില് ഈ 3 പേരും ടോൾ പ്ലാന്റ് ആയിരുന്നു, ഒരാൾ മാത്രം ഡോർഫ്. 3 ടോൾ മാത്രം ഡോർഫ്. അതിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ ആണ് 3:1. ഓക്കെ ആണല്ലോ. മെന്റൽ ഈ എക്സ്പെരിമെന്റ് ചെയ്തു. മെന്റൽ ഈ എക്സ്പെരിമെന്റ് നമുക്ക് വേറെ നമുക്കൊരു ചെക്കർ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ച് നമുക്ക് ഇത് റെപ്രസെന്റ് ചെയ്യാം. ക്യൂനെക്സ് സ്ക്വയർ അല്ലെങ്കിൽ ചെക്കർ ബോർഡ് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെയാണെന്ന് പറയാം. നോക്കിക്കോളൂ. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് ക്യൂനെക്സ് സ്ക്വയർ അല്ലെങ്കിൽ ചെക്കർ ബോർഡ് എന്ന് പറയുന്നത്. ഇത് ഒരു പ്ലാന്റിന്റെ ക്യാപിറ്റൽ ടി സ്മോൾ ടി നമുക്ക് ഇവിടെ എഴുതുക. ഒരു പ്ലാന്റിന്റെ ക്യാപിറ്റൽ ടി, അതേ പ്ലാന്റിന്റെ സ്മോൾ ടി നമ്മൾ ഇവിടെ എഴുതുക. ഇനി അടുത്ത പ്ലാന്റിന്റെ ക്യാപിറ്റൽ ടിയെയും സ്മോൾ ടിയെയും നമ്മൾ ഇവിടെ ആയിട്ട് എഴുതുക. ഓക്കെ ആണല്ലോ. ഗ്യാമീറ്റ്സ് ആണ് ഇവിടെയും നമ്മൾ ഗ്യാമീറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യും. ഗ്യാമീറ്റ്സിനെ എഴുതും. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി വരും. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി വരും. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ സ്മോൾ ടി ക്യാപിറ്റൽ ടി, പക്ഷെ നമ്മൾ ആദ്യം എഴുതുക ക്യാപിറ്റൽ ടി ആണ് നമ്മൾ എഴുതുക. ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ സ്മോൾ ടി എന്ന് പറഞ്ഞ ഫാമിലി വരും. നമ്മൾ എല്ലായ്പ്പോഴും ഗ്യാമീറ്റ്സിനെ സർക്കിളിനുള്ളിൽ വേണം നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അത് നോർമൽ ഒരു കൺവെൻഷൻ നമ്മൾ ചെയ്ത കാര്യമാണ്. ഗ്യാമീറ്റ്സ് ഹാഫ്വേഡ് ആണല്ലോ. അപ്പൊ ഗ്യാമീറ്റ്സിനെ ഇതിനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഗ്യാമീറ്റ്സിനെ എല്ലായ്പ്പോഴും സർക്കിളിനുള്ളിലായിട്ടും റെപ്രസെന്റ് ചെയ്യുന്നത്. ആ സർക്കിളിനുള്ളിൽ ഒരു ജീനിന്റെ ഒരെലിമെന്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. സർക്കിളിനുള്ളിൽ ഒരു ജീനിന്റെ ഒരെലിമെന്റ് മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ക്യാപിറ്റൽ ടി എന്നുള്ളത് ടോൾ പ്ലാന്റ് ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ടോൾ പ്ലാന്റ് ആണ്. അഗൈൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ പ്ലാന്റ് ആണ്. എന്നാൽ സ്മോൾ ടി ഡ്വാർഫ് പ്ലാന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാം. 3 ടോൾ ആണ്, 1 ഡ്വാർഫ് ആണ്. അഗൈൻ phenotypic ratio 3:1. Genotypic ratio 1:2:1. ഇതാണ് നമ്മൾ ക്യൂനെക്സ് സ്ക്വയർ അല്ലെങ്കിൽ ചെക്കർ ബോർഡ്. നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ക്യൂനെക്സ് സ്ക്വയർ അല്ലെങ്കിൽ ചെക്കർ ബോർഡ് എന്നാണ് പറയുന്നത്.